ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാം? എ. ചുങ്കക്കാരും പാപികളും. ബി. നിയമജ്ഞരും ഫരിസേയരും. സി. സാധാരണ ജനങ്ങൾ. ഡി. രോഗികളും ദരിദ്രരും. ഉത്തരം എ. ചുങ്കക്കാരും പാപികളും. ചോദ്യം 2. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുവെന്ന് പിറുപിറുത്തതാര്? എ. ഫരിസേയർ. ബി. നിയമജ്ഞർ. സി. പുരോഹിതരും നിയമജ്ഞരും. ഡി. ഫരിസേയരും നിയമജ്ഞരും. ഉത്തരം ഡി. ഫരിസേയരും നിയമജ്ഞരും. ചോദ്യം 3. 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടാൽ 99നെയും എവിടെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോവുക? എ. മരുഭൂമിയിൽ. ബി. വയലിൽ. സി. ഗ്രാമത്തിൽ. ഡി. വീട്ടിൽ. ഉത്തരം എ. മരുഭൂമിയിൽ. ചോദ്യം 4. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം അനുസരിച്ച് അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സന്തോഷമുണ്ടാകുന്നത് എവിടെ? എ. ദൈവരാജ്യത്തിൽ. ബി. നരകത്തിൽ. സി. സ്വർഗത്തിൽ. ഡി. ഭൂമിയിൽ. ഉത്തരം സി. സ്വർഗത്തിൽ. ചോദ്യം 5. എത്ര നാണയം ഉണ്ടായിരിക്കെയാണ് നഷ്ടപ്പെട്ട ഒരു നാണയത്തിനു വേണ്ടി സ്ത്രീ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അന്വേഷിക്കുക? എ. 100. ബി. 99. സി. 10. ഡി. 1. ഉത്തരം സി. 10. ചോദ്യം 6. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സന്തോഷമുണ്ടാകുന്നത് എവിടെ? എ. ദൈവരാജ്യത്തിൽ. ബി. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. സി. മനുഷ്യപുത്രന് മുൻപിൽ. ഡി. മാലാഖമാരുടെ മുമ്പിൽ. ഉത്തരം ബി. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ചോദ്യം 7. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മനുഷ്യന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? എ. 2. ബി. 1. സി. 3. ഡി. 4. ഉത്തരം എ. 2. ചോദ്യം 8. ഇളയ മകൻ തൻ്റെ സ്വത്തുക്കൾ ശേഖരിച്ചുകൊണ്ട് പോയത് എവിടേക്ക്? എ. അടുത്ത ഗ്രാമത്തിലേക്ക്. ബി. പട്ടണത്തിലേക്ക്. സി. ദൂരദേശത്തേക്ക്. ഡി. നഗരത്തിലേക്ക്. ഉത്തരം സി. ദൂരദേശത്തേക്ക്. ചോദ്യം 9. ധൂർത്തനായി ജീവിച്ച ദേശത്ത് കഠിനക്ഷാമം വന്നപ്പോൾ അവൻ അഭയം തേടിയത് എവിടെ? എ. പിതാവിൻ്റെ അടുത്ത്. ബി. ആ ദേശത്തെ പൗരൻ്റെ അടുത്ത്. സി. കൂട്ടുകാരുടെ അടുത്ത്. ഡി. രാജാവിൻ്റെ അടുത്ത്. ഉത്തരം ബി. ആ ദേശത്തെ പൗരൻ്റെ അടുത്ത്. ചോദ്യം 10. സുബോധമുണ്ടായപ്പോൾ താൻ എഴുന്നേറ്റ് എവിടേക്ക് പോകും എന്നാണ് അവൻ പറഞ്ഞത്? എ. പിതാവിൻ്റെ അടുത്തേക്ക്. ബി. സ്വന്തം ഭവനത്തിലേക്ക്. സി. സഹോദരൻ്റെ അടുത്തേക്ക്. ഡി. സ്വന്തം ദേശത്തേക്ക്. ഉത്തരം എ. പിതാവിൻ്റെ അടുത്തേക്ക്. ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 11. പൂരിപ്പിക്കുക. ഡാഷിന് എതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. എ. സ്വർഗത്തിന്. ബി. പിതാവിന്. സി. ഭവനത്തിന്. ഡി. കർത്താവിന്. ഉത്തരം എ. സ്വർഗത്തിന്. ചോദ്യം 12. തന്നെ ആരായി സ്വീകരിക്കണമെന്നാണ് ഇളയ മകൻ പിതാവിനോട് പറഞ്ഞത്? എ. പുത്രനായി. ബി. ദാസരിൽ ഒരുവനായി. സി. ഭൃത്യരിൽ ഒരുവനായി. ഡി. സേവകരിൽ ഒരുവനായി. ഉത്തരം ബി. ദാസരിൽ ഒരുവനായി. ചോദ്യം 13. ഏത് വസ്ത്രം ഇവനെ ധരിപ്പിക്കുവിൻ എന്നാണ് പിതാവ് തൻ്റെ ദാസരോട് പറഞ്ഞത്? എ. മേൽത്തരം വസ്ത്രം. ബി. പട്ട് വസ്ത്രം. സി. കമ്പിളി വസ്ത്രം. ഡി. ചെമന്ന പട്ട്. ഉത്തരം എ. മേൽത്തരം വസ്ത്രം. ചോദ്യം 14.
മൂത്ത മകൻ വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കേട്ട ശബ്ദം എന്ത്? എ. സംഗീതത്തിൻ്റെ, ബി. വാദ്യമേളത്തിൻ്റെ, സി. ആർപ്പുവിളികൾ, ഡി. നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും. ഉത്തരം ഡി. നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും. ചോദ്യം 15. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് മൂത്ത മകനോട് പറഞ്ഞതാര്? ഉത്തരം എ. പിതാവ്, ബി. ദാസൻ, സി. വേലക്കാരൻ, ഡി. ഭൃത്യൻ. ഉത്തരം സി. വേലക്കാരൻ. ചോദ്യം 16. പിതാവിന് ദാസ്യവേല ചെയ്യുന്ന തനിക്ക് കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ എന്തുപോലും തന്നിട്ടില്ല എന്നാണ് മൂത്ത മകൻ പറഞ്ഞത്. എ. കാളക്കുട്ടി, ബി. ആട്ടിൻകുട്ടി, സി. വിരുന്ന്, ഡി. കൊഴുത്ത കാള. ഉത്തരം ബി. ആട്ടിൻകുട്ടി. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.